എടേ ഹലീലേ. ഓ എന്താ? ഇങ്ങോട്ട് വാടാ, ഇങ്ങ് വാ, ഇവിടെ വന്ന് ഇരി. പറയണോ മാമ? എന്ത്? എത്ര കാലം ആയടാ നീ ചായ അടിച്ചു തുടങ്ങിയിട്ട്? അവൻ അറിയാമല്ലോ. എന്നാലും പറ, മാമൻ കേക്കട്ടെ. 10 രൂപയെല്ലാം വരും. ഉള്ള കാലവും ഇങ്ങനെ ചായ അടിച്ച് ജീവിച്ചാ മതിയാടാ ഇറക്കാ. അല്ലാതെ പിള്ളേരെയൊക്കെ വളർത്തണ്ടാമാ, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും വഴി ഉണ്ടോമാ? ഒരു 20-25 ലക്ഷം രൂപ മുടക്കിയ വഴിയുണ്ട്. 25 ലക്ഷം? വാ 25 ലക്ഷം ഒപ്പിക്കാം, പക്ഷേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാ? രഹസ്യം ഒരു വഴിയുണ്ട്. എന്തോന്ന് വഴി? നിന്നെ മാമൻ PSC മെമ്പറാക്കും. PSC മെമ്പറാ? പിന്നെ അതെങ്ങനെ മാമാ? 25 ലക്ഷം രൂപ മുടക്കിയ ഇവിടെ ഏത് വാച്ചാനും PSC മെമ്പറാവാം. എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ. എടേ ആ കുഞ്ചൂട്ടില്ല മണിയനെ 4-5 ദിവസം കൊണ്ട് കാണാനില്ലല്ലോ. അങ്ങേരുതാ ഇപ്പൊ അവിടെ ജോലിക്കും പോണില്ല, പുറത്തു ഇറങ്ങില്ല, അങ്ങനെ അങ്ങ് ഇരിപ്പാണ് ആള്. വല്ല അസുഖം വന്ന് കിടക്കണാടാ. അസുഖത്തിന്റെ എല്ലാമാ. പിന്നെ അങ്ങേർക്ക് അവിടെ ജോലിക്ക് പോയാലും പൈസയും കൂലിയും കാര്യവും ഒന്നും കിട്ടുന്നില്ലല്ലോ. എവിടെയാണ് അവൻ ജോലി ചെയ്യുന്നത്? KSRTC. ആളുകൾക്ക് ശമ്പളം കൊടുക്കാനല്ലല്ലോ അവിടെ ധൃതി, മിഷ്യൻ വാങ്ങിച്ചു വയ്ക്കാനല്ലേ ധൃതി. മിഷ്യൻ ഏത് വിഷയം മാമ? കുടിച്ചോണ്ട് ജോലിക്ക് കാരണവരെ ഊതിപ്പിടിക്കാനുള്ള മിഷ്യൻ. അത് വേറെ കാര്യം ഉണ്ടാവാ. അത് അവര് കാണിക്കുന്നത് തെറ്റല്ല മാമ. മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ലല്ലോ. അതും ശരി തന്നെ. ഇന്നലെ പുതിയ മിഷ്യൻ വന്നടേ, ക്യൂബയില്ലേ, ക്യൂബ, അവിടെ നിന്നുള്ള മിഷ്യൻ. അതിലെന്തോന്ന് അറിയാൻ പറ്റും? യാതൊരു തരം മയക്കുമരുന്ന് അടിച്ചിട്ട് ജീവനക്കാർ ഡ്യൂട്ടിക്ക് കയറിയാലും അവരെ പൊക്കാനുള്ള പ്രത്യേക മിഷ്യൻ. അത് ഞാൻ അറിഞ്ഞു. 632 പേരെ പിടിച്ചെന്നുള്ള കാര്യം ഇവിടെ ആരോ വന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. ഈ ഊതി പിടിക്കുന്നതും മയക്കുമരുന്ന് പിടിക്കുന്ന മിഷ്യൻ അല്ലടാ ഇവിടെ വേണ്ടത്. ഒരു ഡച്ച് മോഡൽ മിഷ്യൻ കൊണ്ടുവന്ന ഈ KSRTCയിലെ 90% ജീവനക്കാരെയും അപ്പ പോക്കാം. ഹംഗറി അനാലിസിസ് മിഷ്യൻ. വിശപ്പിൻ്റെ തോതളക്കണ മിഷ്യൻ. അതാവുമ്പം ശമ്പളം കിട്ടാതെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വെറും വയറ്റിൽ എത്ര പേര് ജോലിക്ക് വന്ന് കയറിയെന്നറിയാൻ പറ്റും. അങ്ങനെ പരിശോധിച്ച KSRTCയിലെ 90% ജീവനക്കാരും കുടുങ്ങോടാ. കുടുങ്ങിയിരിക്കും, തർക്കമില്ല. ഞാമഴഞ്ചാൻ തോടെന്നുള്ളതിനെ മാറ്റി വേസ്റ്റ് അഴിഞ്ചാൻ തോടെന്നാക്കാൻ പോണോ? എന്തരേ വേസ്റ്റ് അഴിഞ്ചാൻ തോട്, ചവറഴിഞ്ചാൻ തോട്. ഞാൻ കേട്ടത് എന്തരെന്നറിയാടാ? എന്തോ ആമ ഇഴഞ്ചാൻ തോളെന്നുള്ളത് മാറ്റിയിട്ട് മേയർ ഇഴഞ്ചാൻ തോളെന്നാക്കിയെന്ന്. എന്തരോമാ? മേയർ ഇഴഞ്ചാൻ തോളാക്കി.